ഭർത്തൃപീഡന പരാതി നൽകിയ വൈരാഗ്യത്തിന് വീടും വാഹനവും കത്തിച്ചു. പ്രതി അറസ്റ്റിൽ. കാലടിയിൽ ഭർത്താവിനെതിരെ പരാതി നൽകിയ വൈരാഗ്യത്തിന് ഭാര്യയായ യുവതിയുടെ വീടിനും വീട്ടിലെ 3 ബൈക്കിനും തീയിട്ട സംഭവത്തിൽ പ്രതിയായ വടക്കേക്കാട് പുന്നയൂർ സ്വദേശി പന്തലായിൽ ബിനീഷിനെയാണ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാംഗ്ലൂരിൽ നിന്നും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്തായിരുന്ന ബിനീഷും ഭാര്യയും തമ്മിൽ പിണക്കത്തെ തുടർന്ന് കേസ് നൽകിയിരുന്നു. കേസ് നൽകിയ വിരോധത്തിന് നാട്ടിൽ എത്തിയ ബിനീഷ് ഭാര്യ വീട്ടിൽ എത്തി രാത്രിയിൽ ബഹളം വെച്ചതിന് പൊന്നാനി പോലീസ് ഫോണിൽ വിളിച്ച് സ്റ്റേഷനിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചതിൽ പോലീസിനോട് മോശമായി പെരുമാറുകയും തുടർന്ന് അർദ്ധരാത്രിയിൽ കാലടിയിലെ യുവതിയുടെ വീട്ടിൽ എത്തി തീവെക്കുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യത ഉള്ളത് മനസ്സിലാക്കി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് നൽകിയിരുന്നു. ബാംഗ്ലൂർ എയർപോർട്ട് വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബിനീഷ് പോലീസ് പിടിയിലാവുന്നത്. പണം ഞങ്ങൾ തരും. തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ബാംഗ്ലൂരിൽ പിടിയിലായത്. SI ആനന്ദ്, ജയപ്രകാശ്, അനിൽ, ASI ജയപ്രകാശ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നാസർ, വിപിൻ രാജ്, പ്രശാന്ത് കുമാർ S, ഉദയകുമാർ, സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് മോഹൻ എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.